ഇന്ത്യൻ പരിപ്രേക്ഷ്യവും അതുപോലെ ലോക പരിപ്രേക്ഷ്യത്തെപ്പറ്റി ചിന്തിച്ചാൽ ഫാസിസം എന്നത് 20-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത പ്രധാനപ്പെട്ട 3 പ്രത്യയ ശാസ്ത്രങ്ങളുണ്ട്. അതൊന്ന് നാസിസമാണ്, മറ്റൊന്ന് ഫാസിസമാണ്, മൂന്നാമത്തത് കമ്മ്യൂണിസമാണ്. ഈ 3 ഇസങ്ങളും ഒരേ ശൈലിയാണ്, ഒരേ രൂപമാണ്, ഒരേ ഘടനയാണ്, ഒരേ പ്രവർത്തനമാണ്, ഒരേ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ഈ 3 ഇസങ്ങളെയും ലോകം ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു. ലോകത്ത് ഫാസിസവും നാസിസവും ദേശീയമായിട്ടാണെങ്കിൽ കമ്മ്യൂണിസം ഇൻ്റർനാഷണലിസമായിട്ടായിരുന്നു അത് പ്രകടിതമായത്. പക്ഷേ ഇന്ന് നിലവിൽ ഏതാണ് ഫാസിസം എന്ന് പറഞ്ഞാൽ ലക്ഷണയുക്തമായ, എല്ലാ അർത്ഥതലങ്ങളിലും ലക്ഷണയുക്തമായ ഒരേ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയം ഇന്ന് നിലവിലുള്ളത് കമ്മ്യൂണിസമാണ്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഫാസിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുമ്പിൽ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ, ഇന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ കാണുന്നത് പിണറായി വിജയനെ. അദ്ദേഹം ഒരു യഥാർത്ഥ. നമുക്ക് ആ വിഷയത്തിലേക്ക് കുറച്ചുകൂടി കഴിഞ്ഞു വരാം, സമയമുണ്ട്. താങ്കൾ കടന്നു വരുമ്പോൾ ഞാനൊന്ന് തീർത്തോട്ടെ, തീർക്കാനൊരു അവസരം തരും. അല്ല, താങ്കൾ ചോദിച്ചോളൂ, അപ്പം അതിനോട് ഞാൻ കടന്നു വന്നേക്കാം. അല്ല, പറഞ്ഞോളൂ. അല്ല, അപ്പം അതുകൊണ്ട് കാരണം എന്താണ് ഫാസിസം എന്ന് പറഞ്ഞാൽ വംശീയമായ സമഗ്ര ആധിപത്യമാണ് വാസ്തവത്തിൽ ഫാസിസം. ജനാധിപത്യം എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തികൾ തമ്മിലുള്ള വികേന്ദ്രീകരണമാണ് ജനാധിപത്യം. അപ്പോൾ ഈ വ്യക്തികൾ തമ്മിലുള്ള കേന്ദ്രീകരണ ബന്ധം ജനാധിപത്യത്തിൽ രൂപം കൊള്ളുമ്പോൾ ഫാസിസത്തിൽ അത് ഇല്ലാതാവുന്നു. കേന്ദ്രീകരിക്കപ്പെടുന്നതാണ് ഫാസിസമായി മാറുന്നത്. കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യേകത ജനാധിപത്യത്തിൻ്റെ രൂപവും ഭാവവും രുചിയും അന്തർലീനമാകാതെ എന്നാൽ മനോഹരമായ സാമൂഹിക സൃഷ്ടിയുടെ മുദ്രാവാക്യം മുഴക്കുന്ന ഒരു തികഞ്ഞ ഫാസിസമാണ് കമ്മ്യൂണിസം. അതിലെ ഒരു വരിയും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിലെ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്നത് തന്നെ ഫാസിസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്.